നമസ്കാരം. ന്യൂസ് മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ ആദ്യം. സെക്രട്ടേറിയറ്റിന്റെ 3 ഗേറ്റുകളിലും ശക്തമായ ഉപരോധം തീർത്ത് തലസ്ഥാനത്ത് ഇടത് പ്രതിഷേധത്തിന് ആദ്യ ദിനം. ബേക്കറി ജംഗ്ഷനിൽ പോലീസിന് നേരെ കല്ലേറ്. നേതാക്കളെത്തി പ്രവർത്തകരെ അനുനയിപ്പിച്ചു. സമരക്കാർ അച്ചടക്കം പാലിക്കണമെന്ന് പിണറായി വിജയൻ. ഉപരോധത്തിന്റെ പേരിൽ 10,000 പേർക്കെതിരെ കേസ്. സമരം നേരിടാൻ സർക്കാർ എന്ത് തയ്യാറെടുപ്പുകൾ നടത്തിയെന്ന് ഹൈക്കോടതി. VS-നെതിരെ കേസെടുത്തിട്ടില്ലെന്ന് DGP. സമരം സമാധാനപരമെന്ന് മുഖ്യമന്ത്രിയുടെ വിലയിരുത്തൽ. സെക്രട്ടേറിയറ്റിന് 2 ദിവസം അവധി നൽകി. സരിതയുമായുള്ള തന്റെ ഫോട്ടോയിൽ പുതുമയില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സലിം രാജിന് വേണ്ടിയല്ല, വിജിലൻസ് ഡയറക്ടർക്ക് വേണ്ടിയാണ് AG ഹാജരായതെന്നും മുഖ്യമന്ത്രി. ഈജിപ്തിൽ മുർസി അനുകൂലികളെ ഒഴിപ്പിക്കാനുള്ള നീക്കത്തിൽ നിന്ന് ഇടക്കാല ഭരണകൂടം പിന്മാറി. അക്രമത്തിന് തുനിയുന്നവർ കണക്ക് പറയേണ്ടി വരുമെന്ന് ബ്രദർഹുഡ്. ബ്രദർഹുഡിന് പിന്തുണ പ്രഖ്യാപിച്ച് ഈജിപ്ത് ഇസ്ലാമിക് കൗൺസിൽ ജനറൽ സെക്രട്ടറി. 2022 ഫുട്ബോൾ ലോകകപ്പ് ഖത്തറിൽ വേനൽക്കാലത്ത് നടത്താൻ കഴിയില്ലെന്ന് ഇംഗ്ലീഷ് ഫുട്ബോൾ അസോസിയേഷൻ. പ്രസ്താവന ഖത്തർ തള്ളി. ലോകകപ്പ് നടത്താൻ ഖത്തറിന് അവകാശമുണ്ടെന്ന് വേൾഡ് കപ്പ് സുപ്രീം കമ്മിറ്റി. വാർത്തകൾ വിശദമായി. ഇടതുപക്ഷത്തിന്റെ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന്റെ ആദ്യ ദിനത്തിൽ നേരിയ സംഘർഷം. സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ നഗരം നിശ്ചലമായി. പാളയത്ത് സമരാനുകൂലികൾ വാഹനം തകർത്തു. ബേക്കറി ജംഗ്ഷനിൽ സമരക്കാർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. കന്റോൺമെന്റ് ഗേറ്റിന്റെ നിയന്ത്രണം പൂർണ്ണമായും പോലീസ് ഏറ്റെടുത്തു. രാവിലെ പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നു. 5 മന്ത്രിമാർ വൈകിട്ട് വരെ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ പോലീസ് വാഹനത്തിൽ പുറത്തു കടത്തുന്നത് തടയാൻ ശ്രമിച്ചതും നേരിയ സംഘർഷത്തിൽ കലാശിച്ചു. ഏറ്റവും പുതിയ വിവരങ്ങളുമായി സെക്രട്ടേറിയറ്റ് പരിസരത്തു നിന്നും പ്രേംലാൽ ചേരുന്നു. പ്രേംലാൽ, ഇപ്പോഴും മുഴുവൻ സമരക്കാരും പ്രക്ഷോഭകരും സെക്രട്ടേറിയറ്റ് നടയിൽ തന്നെയാണോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രേംലാലിലേക്ക് ബന്ധപ്പെടാൻ ശ്രമിക്കുകയാണ്. സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ഇടതുപക്ഷം ആഹ്വാനം ചെയ്ത സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൻ്റെ ആദ്യ ദിനം പിന്നിടുന്നു. പൊതുവെ സമാധാനപരമായ പ്രക്ഷോഭമാണ്, സമരമാണ് സെക്രട്ടേറിയറ്റ് നടയിൽ കാണാൻ കഴിഞ്ഞത്. നേരിയ സംഘർഷം ചിലയിടങ്ങളിൽ ഉണ്ടായതൊഴിച്ചാൽ. ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് നടയിൽ നിന്നും. പ്രേംലാൽ ചേരുന്നു ഇപ്പോൾ വിവരങ്ങളുമായി. പ്രേംലാൽ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? സെക്രട്ടേറിയറ്റ് നടയിൽ നിന്നും മുഴുവൻ പ്രക്ഷോഭകരും രാവിലെ മുതൽ വന്നു ചേർന്ന് മുഴുവൻ പ്രക്ഷോഭകരും ഇപ്പോഴും സെക്രട്ടേറിയറ്റ് നടയിൽ തന്നെയാണോ? പ്രതിപക്ഷത്തിന്റെ സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ പ്രവർത്തകർ കുറേയധികം പേർ ഇപ്പോൾ വിശ്രമിക്കുകയാണ്. ഉറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. എന്നാൽ മറ്റൊരു സെക്രട്ടേറിയറ്റിന്റെ മറ്റൊരു വശത്ത് കലാപരിപാടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് ആസ്വദിക്കാനായി നാടൻ പാട്ടുകൾ അടക്കമുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നേതാക്കൾ CPM-ന്റെയും CPI-യുടെ അടക്കമുള്ള സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവർ ഇപ്പോഴും ഈ സമരവേദി വിട്ടുപോയിട്ടില്ല. സമരത്തിൽ പങ്കെടുക്കുന്നവർക്കൊപ്പം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. നേരത്തെ ചെറിയ ഒരു സംഘർഷമുണ്ടായി. സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. നാളെ ഒരുപക്ഷെ സമരത്തിന്റെ സ്വഭാവം മാറാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം സായുധ പോലീസിന്റെ കൂടുതൽ ബറ്റാലിയനുകൾ സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൽ പ്രതിഷേധിച്ച് സമരക്കാർ ബാരിക്കേഡ് ഭേദിക്കാൻ ശ്രമം നടത്തുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. എന്നാൽ പ്രവർത്തകരെ ശാന്തരാക്കുകയും സമരത്തിന്റെ നിലവിലുള്ള സമാധാന അന്തരീക്ഷത്തിൽ ഭംഗമുണ്ടാകരുതെന്ന രീതിയിൽ നേതാക്കൾ നിർദ്ദേശം നൽകുകയും ചെയ്തു. സമരം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പ്രേംലാൽ, രാത്രി വളരെ വൈകിയിരിക്കുന്നു. നേതാക്കൾ അടക്കമുള്ളവർ അവിടെ തന്നെ തുടരാൻ തന്നെയാണോ പരിപാടി? എന്താണ് അതിനുള്ള? നമ്മൾ ഈ വിഷയത്തിൽ ഇടതുപക്ഷത്തിന്റെ ഉന്നത നേതാക്കളുമായി ബന്ധപ്പെട്ടു. അവർ പറഞ്ഞത് രാപ്പകൽ സമരമാണ്. നേരത്തെ സെക്രട്ടേറിയറ്റ് വളപ്പിൽ നടത്തിയ രാപ്പകൽ സമരത്തിന്റെ അതേ മാതൃകയിലുള്ള ഒരു സമരം തന്നെയാണിത്. അനിശ്ചിതകാല ഉപരോധ സമരമാണ്. 24 മണിക്കൂർ ഉപരോധ സമരമാണ്. സെക്രട്ടേറിയറ്റ് വളപ്പ് വിട്ട് ഞങ്ങളോ ഞങ്ങളുടെ അനുയായികളോ വിട്ടുപോകില്ല. മുഖ്യമന്ത്രിയുടെ രാജി, ആ ഒരു അജണ്ടയിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ സെക്രട്ടേറിയറ്റ് വളപ്പ് തുടരും. ആ കാര്യത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ നേതാക്കൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പ്രേംലാൽ, പൊതുവെ സമാധാനപരമായ ഒരു ദിവസമാണ് ആദ്യ ദിനം. പ്രത്യേകിച്ച് വലിയ സംഭവ വികാസങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. സമരത്തിൽ പങ്കെടുക്കുന്ന പ്രവർത്തകരുടെ
അവരുമായി സംസാരിച്ചപ്പോൾ എന്താണ് അവരുടെ ഒരു അനുഭവം? അവരുടെ ആവേശം, ഈ സമരം മുൻപോട്ട് കൊണ്ടുപോകുന്നതിലുള്ള അവരുടെ ആവേശം എത്രത്തോളമുണ്ട്? മുഹാജിർ, പ്രവർത്തകർ ഭൂരിഭാഗവും, അതായത് തെക്കൻ കേരളത്തിനെ അപേക്ഷിച്ച് മലബാറിൽ നിന്നുള്ള പ്രവർത്തകർ, കൂടുതൽ ഇടതുപക്ഷ പ്രവർത്തകരാണ് എത്തിയത്. ഈ പ്രവർത്തകർ പ്രത്യേകിച്ചും കണ്ണൂർ അടക്കമുള്ള മലബാർ പ്രദേശങ്ങളിൽ നിന്നും പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് എത്താതിരിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നടത്തിയിരുന്നു. വാഹന ഗതാഗതത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. കർശന നിരീക്ഷണത്തിന് വിധേയമാക്കിയിരുന്നു. എന്നിരുന്നാലും ഇത്തരം പ്രതിബന്ധങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം നേരത്തെ തന്നെ ഈ മലബാറിൽ നടക്കമുള്ള, കണ്ണൂരിൽ നടക്കമുള്ള പ്രവർത്തകർ നേരത്തെ തന്നെ തലസ്ഥാനത്ത് ഇടം പിടിച്ചിരുന്നു. ഇവർക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ സമരത്തിന്റെ ജില്ലാ കമ്മിറ്റി ഓരോ ജില്ലകളിൽ നിന്ന് വരുന്നവർക്ക് ഓരോ നേതാവിന്റെ കീഴിൽ പ്രത്യേക കമ്മിറ്റികൾ രൂപീകരിച്ച് അവർക്കാണ് ചുമതല കൊടുത്തിരിക്കുന്നത്. പ്രേംലാൽ, അവസാനമായി സർക്കാർ അയയുന്ന നിലപാടുകൾ അല്പം മയപ്പെടുത്തുന്ന ഒരു സാധ്യത കാണുന്നുണ്ട്. അനൗപചാരികമായ ചർച്ചകൾ LDF-മായി നടത്താൻ അവർ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നാളെ തുടർന്നുള്ള ദിവസങ്ങളിൽ സമരത്തിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും? മുഹാജിർ, സമരത്തിന്റെ സ്വഭാവം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും സമാധാനപരമായിരിക്കും എന്നാണ് ഇടതുപക്ഷ നേതാക്കൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഇപ്പോൾ നമുക്ക് ഊഹിക്കേണ്ടിയിരിക്കുന്നു. കാര്യം എത്രനാൾ ഈ സമാധാന സമരം തുടരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പു പറയാനൊക്കില്ല. ഒരുപക്ഷെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ അനുകൂല നിലപാട് ഉണ്ടാകാത്ത സാഹചര്യത്തിൽ നിലവിലുള്ള സമാധാന അന്തരീക്ഷത്തിന് ഭംഗമുണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ വൈകാരികമായി പ്രതികരിക്കുന്ന പ്രവർത്തകരെ കർശനമായി താക്കീത് ചെയ്തുകൊണ്ട് ഇടതുപക്ഷ നേതാക്കൾ വിലക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു അച്ചടക്കത്തിന് ചേർന്ന നയമല്ല. എന്നിരുന്നാൽ കൂടി പ്രവർത്തകരുടെ ആവേശം ഒരു പക്ഷേ ഒരു അക്രമ സമരത്തിലേക്ക് നീങ്ങിയാൽ അതിനുള്ള ഒരു ക്രമീകരണങ്ങൾ നിലവിലിപ്പോഴില്ല. കാരണം കേന്ദ്രസേന അടക്കമുള്ള വിന്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും സെക്രട്ടേറിയറ്റ് പരിസരത്ത് നിലവിലുള്ള സാഹചര്യത്തിൽ അത്തരം ഒരു സന്നാഹം ഒരുക്കിയിട്ടില്ല. പൂർണ്ണമായും കേരള പോലീസിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് വളപ്പുള്ളത്. എന്നാൽ ഒരു സമാധാന ഭംഗം ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു പ്രകോപനം സമരക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയാണെങ്കിൽ കൂടുതൽ സേനാ വിന്യാസങ്ങൾ ഉണ്ടായേക്കും, സായുധരായ സേനാ വിന്യാസങ്ങൾ ഉണ്ടായേക്കും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുക. മുഹാജിർ, നന്ദി പ്രേംലാൽ. ഇടതുപക്ഷത്തിന്റെ സെക്രട്ടേറിയറ്റ് ഉപരോധ സമരത്തിന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് നമ്മളിപ്പോൾ കണ്ടത്. പ്രേംലാലാണ് വിവരങ്ങൾ നൽകിയത്. സെക്രട്ടേറിയറ്റ് പടിക്കൽ എത്തും. പ്രവർത്തകർ ഇപ്പോഴും സെക്രട്ടേറിയറ്റ് പടിക്കൽ തന്നെയാണുള്ളത്. രാവിലെ മുതൽ സമരത്തിൽ പങ്കെടുക്കുന്ന പ്രവർത്തകർ ഇപ്പോൾ ചെറിയ തുണികൾ വിരിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് നടയിൽ തന്നെ ഉറങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത് ദൃശ്യങ്ങളിൽ കാണാം. കേരളം കണ്ട ഏറ്റവും വലിയ സമരങ്ങളിൽ ഒന്നാണ് ഇന്ന് തലസ്ഥാനത്ത് ആരംഭിച്ചത്. ജനപങ്കാളിത്തം കൊണ്ടാണ് സമരം കേരള ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത്. 3.25 ലക്ഷം പേരെങ്കിലും സമരത്തിൽ പങ്കെടുക്കുന്നുവെന്നാണ് LDF-ന്റെ കണക്കുകൂട്ടൽ. ബേക്കറി ജംഗ്ഷനിൽ നടന്ന സംഘർഷം ഒഴിച്ചാൽ പൊതുവെ സമാധാനപരമായിരുന്നു സമരം. തിരുവനന്തപുരത്ത് പാർട്ടി സമ്മേളനങ്ങളിൽ ലക്ഷങ്ങളുടെ പങ്കാളിത്തം സംഘടനകളും പാർട്ടികളും അവകാശപ്പെടാറുണ്ടെങ്കിലും ഒരു സമരത്തിൽ ഇത്രയും അധികം ആളുകൾ പങ്കെടുക്കുന്നത് അപൂർവമാണ്. വിമോചന സമരകാലത്ത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ സന്ദർശന ദിവസമാണ് ഇത്രയും ജനപങ്കാളിത്തത്തോടെയുള്ള സമരം തലസ്ഥാനത്ത് നടന്നത്. CPM-ന്റെ 60,000-ഓളം പ്രവർത്തകർ ഉൾപ്പെടെ 3.25 ലക്ഷം പേർ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് LDF-ന്റെ അവകാശവാദം. സെക്രട്ടേറിയറ്റിൽ ജോലിക്കെത്തിയ ജീവനക്കാർക്കും പോലീസിനും നേർക്ക് കയ്യേറ്റ ശ്രമമുണ്ടായതൊഴിച്ചാൽ പൊതുവെ സമാധാനപരമായാണ് സമരം തുടങ്ങിയത്. സെക്രട്ടേറിയറ്റിലെ കന്റോൺമെന്റ് ഗേറ്റിലേക്കുള്ള റോഡ് ഉപരോധിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് ബേക്കറി ജംഗ്ഷനിൽ LDF പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. പിണറായി ഉൾപ്പെടെയുള്ള നേതാക്കളെത്തി പ്രവർത്തകരെ സമാധാനിപ്പിക്കുകയായിരുന്നു. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ പോലീസ് സന്നാഹം സർക്കാർ ഒരുക്കിയിരുന്നു. ബേക്കറി ജംഗ്ഷനിലും കന്റോൺമെന്റ് ഗേറ്റ്, സമരഗേറ്റ് എന്നിവിടങ്ങളിലും കേന്ദ്രസേനയെ വിന്യസിച്ചു. രാവിലെ നടന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി ഗവർണറെ കാണാൻ രാജ്ഭവനിലെത്തി. ജുഡീഷ്യൽ അന്വേഷണം വൈകില്ലെന്ന സൂചന മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി പങ്കുവച്ചു. ഗവൺമെന്റ് തുറന്ന മനസ്സോടുകൂടി പ്രശ്നങ്ങളെ കാണാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഇപ്പം അന്വേഷണം ഏതാണ്ട് പൂർത്തിയായിരിക്കുക. 2 എണ്ണത്തിൻ്റെ ചാർജ് ഷീറ്റ് കൊടുത്തു. 5 എണ്ണത്തിൻ്റെ ചാർജ് ഷീറ്റ് ഈ ആഴ്ച തന്നെ കൊടുക്കാൻ പോവുക. 7 കേസാണ് മെയിനായിട്ട് പോലീസ് ഇപ്പം. കന്റോൺമെന്റ് ഗേറ്റ് വഴിയാണ് സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ കടത്തിവിട്ടത്. 66.68% ജീവനക്കാർ എത്തിയതായി ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. അറ്റൻഡൻസിന്റെ രജിസ്റ്റർ നോക്കിയപ്പോൾ 67% ജീവനക്കാർ ജോലിക്ക് ഹാജരായിട്ടുണ്ട്. തടഞ്ഞുവച്ച ജീവനക്കാരെ സെക്രട്ടേറിയറ്റിൽ പ്രവേശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അനുകൂല സർവീസ് സംഘടനകൾ പ്രകടനം നടത്തി. നഗരത്തിലെ പ്രധാന റോഡുകൾ സമരക്കാർ കയ്യേറിയതോടെ ഗതാഗതം സ്തംഭിച്ചു. കടകമ്പോളങ്ങളും അടഞ്ഞുകിടന്നു. മീഡിയ 1 തിരുവനന്തപുരം.
ഈജിപ്തിൽ സൈനിക അട്ടിമറിക്കെതിരെ പ്രക്ഷോഭം നടത്തുന്നവർക്കെതിരായ നടപടി സൈന്യം താൽക്കാലികമായി നീട്ടിവെച്ചേക്കുമെന്ന റിപ്പോർട്ട്. ഉടൻ സൈനിക നടപടി ഉണ്ടാകുമെന്ന വാർത്തയെ തുടർന്ന് പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് മുർസിയുടെ അനുകൂലികൾ കൂടുതലായി പ്രക്ഷോഭ സ്ഥലത്തേക്ക് എത്തിച്ചേർന്ന പശ്ചാത്തലത്തിലാണിത്. നേരത്തെ ജനങ്ങളെ ബലം പ്രയോഗിച്ച് പുറന്തള്ളാൻ പ്രക്ഷോഭം നടക്കുന്ന റാബിയ അൽ അദബിയ, നഹ്ദ ചത്തുരം എന്നിവിടങ്ങളിലേക്ക് സൈന്യം എത്തുമെന്ന് വാർത്ത പരന്നിരുന്നു. അതിനിടെ ഹമാസുമായി ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ മുർസിയുടെ കസ്റ്റഡി കാലാവധി 15 ദിവസത്തേക്ക് കൂടി നീട്ടി. റാബിയ അൽ അദബിയയിൽ നിന്ന് ഒഴിപ്പിക്കുമെന്ന ഭീഷണികൾക്കിടയിലും മുർസി അനുകൂലികളുടെ സമരം തുടരുകയാണ്. സമരം ചെയ്യാനുള്ള അവകാശത്തെ നിഷേധിക്കാനുള്ള പട്ടാളത്തിന്റെ ശ്രമത്തെ അപലപിച്ച മുർസി അനുകൂലികൾ തങ്ങളുടെ സമരം എത്ര സമാധാനപരമാണെന്ന് പരിശോധിക്കാൻ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളെ ക്ഷണിച്ചു. മുർസി അനുകൂലികളായ 10,000-ങ്ങളാണ് ഈ തമ്പുകളിൽ അണിനിരന്നിട്ടുള്ളത്. ചുട്ടുപൊള്ളുന്ന ചൂടിൽ 1.5 മാസത്തോളമായി ഈ കുത്തിയിരിപ്പ് സമരം. സൈനിക നടപടിയെ ചെറുക്കാനായി മണൽ നിറച്ച ചാക്കുകൾ കൊണ്ട് ബങ്കറുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് സമരക്കാർ. സന്നദ്ധ ഭടന്മാർ കുറുവടികളും ഹെൽമറ്റുകളുമായി തമ്പുകൾക്ക് കാവൽ നിൽക്കുന്നുമുണ്ട്. സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ അതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് ബ്രദർഹുഡ് നേതാവ് ഗമാൽ ഹിഷ്മത്ത് പറഞ്ഞു. സൈനികരും ഭരണകൂടവും നടത്തുന്ന മനുഷ്യാവകാശ ലംഘനത്തിന് പിന്നീട് അവർ കണക്ക് പറയേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ ബ്രദർഹുഡിന് പിന്തുണ പ്രഖ്യാപിച്ച് ഈജിപ്തിലെ ഇസ്ലാമിക കാര്യ സുപ്രീം കൗൺസിൽ സെക്രട്ടറി ജനറൽ സലാഹ് സുൽത്താൻ രംഗത്തെത്തി. ന്യൂസ് ഡെസ്ക് മീഡിയ 1. സ്വദേശികളുടെ വായ്പകൾ വാങ്ങുന്നതിൽ നിന്നും മാറ്റുന്നതിൽ നിന്നും ബാങ്കുകൾക്ക് ഏർപ്പെടുത്തിയ സ്വാഭാവിക വിലക്ക് UAE സെൻട്രൽ ബാങ്ക് പിൻവലിച്ചു. 3 മാസത്തേക്കായിരുന്നു നേരത്തെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. തീരുമാനം നടപ്പാക്കാത്ത ബാങ്കുകൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും സെൻട്രൽ ബാങ്ക് മുന്നറിയിപ്പ് നൽകി. ൽ ഖത്തറിൽ നടക്കാനിരിക്കുന്ന ഫുട്ബോൾ ലോകകപ്പ് വേനൽക്കാലത്ത് നടത്താൻ കഴിയില്ലെന്ന് ഇംഗ്ലീഷ് ഫുട്ബോൾ അസോസിയേഷൻ ചെയർമാൻ ഗ്രെഗ് ഡെയ്ക്കിന്റെ. ദോഹ സന്ദർശനത്തിന് ശേഷം ലണ്ടനിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഖത്തറിലെ ചൂടുള്ള കാലാവസ്ഥ കാരണം ലോകകപ്പ് വേറെ രാജ്യത്തേക്ക് മാറ്റണമെന്ന ആവശ്യം ദിവസേന ശക്തിപ്പെടുകയാണ്. ഇതിന്റെ ഏറ്റവും അവസാന ഉദാഹരണമാണ് EFA ചെയർമാൻ ഗ്രെഗ് ഡെയ്ക്കിൻ്റേത്. സ്റ്റേഡിയം മാത്രം തണുപ്പിച്ചതുകൊണ്ട് പരിഹാരമാവുകയില്ലെന്നും സ്റ്റേഡിയത്തിന് പുറത്തുള്ള ചൂട് കാണികൾക്ക് സഹിക്കാൻ കഴിയില്ലെന്നും ഡെയ്ക്ക് വ്യക്തമാക്കി. Well, the air conditioning only gets it down to 30 degrees, as I understand it. And if you look at what Britain was like at 30 degrees the other day, I mean, we were all dying of the heat. But I think much more worrying is for the fans, not for the players. I think, you go to a World Cup and you see a lot of England fans turn up, a lot of fans from around the world turn up. A lot of them haven't got tickets. They watch it outside. They watch it on screens. You won't be able to do that. 2022 ലോകകപ്പ് ഖത്തറിൽ വെച്ച് ജൂൺ-ജൂലൈ മാസത്തിൽ നടത്തുന്നത് തെറ്റായ തീരുമാനമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. I think a lot of people think that the decision to have the World Cup in Qatar in June and July was the wrong decision. എന്നാൽ പ്രീമിയർ ലീഗുകളെ ബാധിക്കുമെന്നതിനാൽ ലോകകപ്പ് ജൂൺ-ജൂലൈ മാസത്തിൽ നിന്ന് മാറ്റി തണുപ്പ് കാലത്തേക്ക് മാറ്റുന്നതിനെ യൂറോപ്യൻ ക്ലബ്ബുകളും അംഗീകരിക്കുന്നില്ല. മീഡിയ 1 ഖത്തർ. ശൈത്യകാലത്ത് നടത്തുന്നില്ലെങ്കിൽ ലോകകപ്പ് വേദി ഖത്തറിൽ നിന്ന് മാറ്റണമെന്ന ഇംഗ്ലീഷ് ഫുട്ബോൾ അസോസിയേഷൻ ചെയർമാൻ ഗ്രെഗ് ഡെയ്ക്കിന്റെ പ്രസ്താവന ഖത്തർ തള്ളി. ലോകകപ്പ് നടത്താൻ ഖത്തറിന് എന്തുകൊണ്ടും അർഹതയുണ്ടെന്ന് ഖത്തർ വേൾഡ് കപ്പ് സുപ്രീം കമ്മിറ്റി അവകാശപ്പെട്ടു. ബഹ്റൈനിലെ താമസക്കാർ ഏതു സമയവും ഐഡന്റിറ്റി കാർഡ് കയ്യിൽ കരുതണമെന്ന് അധികൃതർ അറിയിച്ചു. ബന്ധപ്പെട്ട അധികാരികൾ ആവശ്യപ്പെട്ടാൽ ഐഡന്റിറ്റി കാർഡ് ഇല്ലാതെ വരുന്ന പക്ഷം 300 ദിനാർ പിഴ നൽകേണ്ടി വരുമെന്ന് അധികൃതർ പറഞ്ഞു. സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനെ വധിച്ച 2 പേരെ ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിച്ചു. കൊലപാതക കൃത്യത്തിൽ പങ്കെടുത്ത മറ്റു 2 പേരെ 5 വർഷം ജയിൽവാസത്തിന് ശിക്ഷിച്ചതായും പ്രാദേശിക പത്രം അശ്ശർക്ക് റിപ്പോർട്ട് ചെയ്തു. പ്രായപൂർത്തിയാകാത്തതിനാലാണ് 2 പേരെയും വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയത്.